തിരുവല്ല കഴിഞ്ഞ 20 വർഷക്കാലം ഇടതുപക്ഷത്തിന് ഒപ്പമായിരുന്നു. ഈ പ്രാവശ്യം ഇടതുപക്ഷം അവിടെ 3-ാം സ്ഥാനത്തെത്തി സാർ. പ്രധാനമന്ത്രി നേരിട്ട് വന്ന് അഭ്യർത്ഥിച്ചിട്ടും വെറുപ്പിന്റെ കമ്പോളം തുറക്കണ്ട, സ്നേഹത്തിന്റെ കട തുറന്നാൽ മതി എന്ന് തീരുമാനിച്ച തിരുവല്ലയിലെ ജനങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുകയാണ്. ഗൗരവമായി പോലും UDF കാണാൻ അവർ തയ്യാറായില്ലെന്നുള്ള സത്യം. പക്ഷേ ഞങ്ങൾക്കിൻ്റെ ഗ്രാസ് റൂട്ടിലെ പൊളിറ്റിക്കൽ പൾസ് അറിയാമായിരുന്നു. ഇത് UDF അനുകൂലമാകും, നമുക്ക് ജയിക്കാൻ കഴിയും. പിന്നെ മാത്യു ടി ഉണ്ടാക്കി വെച്ച ഒരു ഇമേജ് രാഷ്ട്രീയത്തെയാണ് നമ്മൾ നേരിടുന്നത്. പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി 2 വർഷമായിട്ടുണ്ട്. ഇതിനു മുമ്പ് 2006 അദ്ദേഹം 5 വർഷം ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തു, ജനം UDF വോട്ട് ചെയ്തു. BJP അവിടെ ഒരു വലിയ ശക്തിയായിട്ട് വളരുകയാണ്. BJP ഒരു ശക്തിയായിട്ട് വളരുകയല്ല. അതിൻ്റെ കഥ എന്നാന്ന് ചോദിച്ചാൽ, അങ്ങനെ സംഘടനാപരമായി BJP മുമ്പിൽ നിൽക്കുന്ന പല ബൂത്തുകളിലും BJP മുന്നിൽ വന്നിട്ടില്ല. ഇത് LDFന്റെ വോട്ട്. അനൂപ് ആന്റണി വീണ്ടും അവിടെ തന്നെ തുടരുകയാണ്. അത് നമ്മളത് ഗൗരവത്തോടെ കാണുന്നില്ലേ? ഒരു ഗൗരവം കാണണ്ട. കാരണം നാഥനില്ലാത്ത നാട്ടിലാണ് അദ്ദേഹം ഇറങ്ങിയത്. ഞാനും ഇറങ്ങി. ഇപ്പൊ തിരുവല്ലയ്ക്ക് നാഥനുണ്ട്, തിരുവല്ല ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഒരു പ്രസക്തി ഇനി അവർക്കില്ല. 70,000 സ്ക്വയർ ഫീറ്റ് ആണ് അത്. ഈ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ബാധ്യത ഉണ്ടാക്കുന്നത് ഈ KSRTC കോംപ്ലക്സാണ്. അതിന് മറുപടി പറയേണ്ടത് മുൻ ജനപ്രതി അന്നത്തെ ഗവൺമെന്റുമാണ്. സാറ് അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിസം നഷ്ടപ്പെട്ടിട്ടില്ല, കമ്മ്യൂണിസം ശപിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ഇവിടുത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരല്ലെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഗവൺമെന്റ് പുതിയ മദ്യനയം കൊണ്ടുവന്നിട്ടേ ഇല്ല. ഇന്ന് അദ്ദേഹം അവതരിപ്പിച്ച ബജറ്റ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞ ബർക്കാഡിയെ സംബന്ധിച്ച വീര്യം കുറഞ്ഞ മദ്യത്തിനെ സംബന്ധിച്ച നികുതി സംബന്ധിച്ച കഴിഞ്ഞ ഗവൺമെന്റ് ബാലഗോപാലിന്റെ ഗവൺമെന്റ് MP രാജേഷ് എക്സൈസ് മന്ത്രിയായിരിക്കും, അവർ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ ക്യാരിയറായിട്ട് ഒന്നും അറിയാൻ വയ്യാത്ത സ്കൂൾ കുട്ടികളെ പോലും ഉപയോഗിക്കാം. കുട്ടികളുടെ സ്കൂൾ ബാഗ് പരിശോധിക്കരുന്നു മറ്റേ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ഷൻ ഉണ്ട്. ഇന്നലെ ആഭ്യന്തരമന്ത്രി നിയമസഭയെ പറഞ്ഞു അതെടുത്ത് മാറ്റണം. ഇന്ന് നമുക്കിപ്പോൾ ഉള്ളത് ഒരു പ്രത്യേക അതിഥിയാണ്. തിരുവല്ല MLA വർഗീസ് മാം. കഴിഞ്ഞ 20 വർഷക്കാലം LDF കൈവശം വെച്ചിരുന്ന UDF ഏതൊക്കെ വിധത്തിൽ നോക്കിയിട്ടും പിടിച്ചെടുക്കാൻ സാധിക്കാതിരുന്ന തിരുവല്ല മണ്ഡലം മാത്യു ടി തോമസ് എന്ന് പറയുന്ന മുൻ മന്ത്രിയായിട്ടുള്ള അദ്ദേഹം കുത്തകയാക്കി വെച്ചിരുന്ന തിരുവല്ല മണ്ഡലം വളരെ ഈസിയായി പിടിച്ചെടുത്ത് ശക്തമായ ത്രികോണ മത്സരത്തിലൂടെ പിടിച്ചെടുത്ത് നിയമസഭയിലേക്ക് എത്തിയ ആളാണ് വർഗീസ് മാമൻ. കന്നി പ്രസംഗം കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ കൊണ്ടും ഒക്കെ ശ്രദ്ധേയനായി മാറിയ ഒരു MLA ആണ്. അദ്ദേഹത്തിൻ്റെ കന്നി വിജയമാണ് തിരുവല്ലയിൽ നിന്നും ഉള്ളത്. അദ്ദേഹം നമുക്ക് മുന്നിൽ മനസ്സു തുറക്കുകയാണ്. എങ്ങനെയായിരുന്നു തൻ്റെ ഇലക്ഷൻ വിജയം ഉണ്ടായത്, എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള പരിപാടികൾ, എന്തൊക്കെയാണ് ഇനി മണ്ഡലത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നു. നമസ്കാരം. 20 വർഷമാണ്, അതായത് 2006 തൊട്ട് 2026 വരെ ഒരാൾ ആര് നിന്നാലും അദ്ദേഹം മാത്രമേ ജയിക്കുകയുള്ളൂ. മാത്യു ടി തോമസ് എങ്ങനെ സാധിച്ചെടുത്തു? അതും ശക്തമായ ഒരു ത്രികോണ മത്സരമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണത്തിനെ വിലയിരുത്തിയ തെരഞ്ഞെടുപ്പാണ്. തിരുവല്ല അതുപോലെ ചർച്ച ചെയ്തൊരു കാര്യം 20 വർഷത്തെ വികസന മുരടിപ്പ്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം തന്നെ തിരുവല്ലയ്ക്കൊരു മാറ്റം വേണമെന്നുള്ളതാണ്. അത് ഞങ്ങൾ കഴിഞ്ഞ 6 മാസക്കാലമായി തിരുവല്ലയിലെ ജനങ്ങളെ ഞങ്ങൾ ഇതൊരു പ്രചരണമാക്കിയിരുന്നു. ഞങ്ങൾ മാറ്റം വേണമെന്ന് പറഞ്ഞത് തിരുവല്ലയിൽ മാറ്റം വേണം, കേരളത്തിലും മാറ്റം വേണം. കേരളത്തിൽ മാറ്റം ഉണ്ടാവാൻ ജനങ്ങൾ തീരുമാനിക്കും നമുക്ക് ഉറപ്പായിരുന്നു. തിരുവല്ലയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ മാറ്റം അത്ര എളുപ്പമല്ലെന്നായിരുന്നു ജനങ്ങൾ ധരിച്ചിരുന്നത്. പക്ഷേ ഞങ്ങളുടെ നല്ല സിസ്റ്റമാറ്റിക്കുള്ള പൊളിറ്റിക്കൽ വർക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തന്നെ ഞങ്ങൾ വലിയ മേൽക്കോയ്മ ഇടതുപക്ഷത്തേക്കാൾ മുമ്പിൽ വന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 13,000 വോട്ടിൻ്റെ മേന്മ LDFനേക്കാൾ UDFനുണ്ടായി. അത് നല്ലൊരു പൊളിറ്റിക്കൽ അടിത്തറ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ നിയമസഭ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. തെരഞ്ഞെടുപ്പിനെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന വരെ ഇടതുപക്ഷം ഗൗരവമായി പോലും UDF കാണാൻ അവർ തയ്യാറായില്ലെന്നുള്ള സത്യം. പക്ഷേ ഞങ്ങൾക്കിൻ്റെ ഗ്രാസ് റൂട്ടിലെ പൊളിറ്റിക്കൽ പൾസ് അറിയാമായിരുന്നു. ഇത് UDF അനുകൂലമാകും, നമുക്ക് ജയിക്കാൻ കഴിയും. പിന്നെ മാത്യു ടി ഉണ്ടാക്കി വെച്ച ഒരു ഇമേജ് രാഷ്ട്രീയത്തെയാണ് നമ്മൾ നേരിട്ടത്. നമ്മൾ വികസനമാണ് ജനങ്ങളിൽ അവതരിപ്പിച്ചത്. ജനങ്ങൾ ഒട്ടേറെ കാര്യങ്ങളിൽ ഈ നാടിന് മാറ്റം പ്രതീക്ഷിച്ചിരുന്നു. അതൊന്നുമില്ലാതെ 20 വർഷക്കാലം ഒന്നും ചെയ്യാത്ത പാഴായിപ്പോയ 20 വർഷമാണ് തിരുവല്ലയിലുണ്ടായത്. ശരിക്കും നിങ്ങൾ തമ്മിൽ പറയുമ്പോൾ ഈ 2 വൈദിക കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഫൈറ്റ്. ഒന്നാമത് 2 പേരും മർത്തോമാക്കാർ. ഇപ്പം നിങ്ങളുടെ ഫാമിലിയാണെങ്കിൽ വൈദിക ഫാമിലി, അദ്ദേഹത്തിൻ്റെ പിതാവാണെങ്കിലും ഒരു മർത്തോമ സഭയിലെ ഒരു വൈദികൻ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വോട്ടർമാർക്കിടയിൽ ഒരു വലിയ ഒരു കൺഫ്യൂഷൻ ഉണ്ടായില്ല, ഇത് നിങ്ങളിൽ ആരെ തുണയ്ക്കണം എന്നുള്ളതിനെ കുറിച്ച്? അത് സാമുദായികമായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അതിനെങ്ങനെ ചിന്തിച്ചിട്ടില്ല. എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും അദ്ദേഹം വോട്ട് മുൻകാലങ്ങളിൽ നേടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം അത് പരാജയപ്പെട്ടു. കാരണം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിൽക്കുന്നവരാണ് അവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ. അവരെ ഒന്നിപ്പിച്ച് നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന വിജയമായി ഞാൻ കാണുന്നത്. ഇപ്പൊ വീട്ടിലെ വൈദിക കുടുംബമാണെന്നാണ്? അതെ. ആരൊക്കെ? ഒരുപാട് പിതാവ് വൈദികനായിരുന്നു, എൻ്റെ സഹോദരനും എൻ്റെ സഹോദരി ഭർത്താവും വൈദികരാണ്. ശരി. 2 പേരും മർത്തോമാ സഭയിൽ തന്നെ 3 പേര്. ഈ
അഭിഭാഷകൻ, തിരുവല്ല ബാറിലെ അഭിഭാഷകൻ. അതെ അതെ അതെ. എത്ര വർഷമായിട്ടുണ്ട്? ഞാനിപ്പോൾ 34 വർഷമായി തിരുവല്ല അഭിഭാഷകനാണ്, സ്റ്റേറ്റ് നോട്ടറിയാണ്, സജീവമായി പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആദ്യം തൊട്ട് കേരള കോൺഗ്രസിൽ തന്നെയായിരുന്നു. അതാണ് എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം. സ്കൂളിൽ നിന്നും വർത്തമാന കോളേജിലേക്ക്, പിന്നീട് ലോ അക്കാഡമിയിലേക്ക് അന്ന് തുടങ്ങിയ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് തുടർച്ചയാണ്. ശരിക്കും അന്നോട്ട് പി ജെയുടെ കൂടെ ആയിരുന്നു. ഞങ്ങൾ പി ജെയുടെ ഒപ്പമായിരുന്നു. പിന്നീട് പാർട്ടി യോജിച്ചു. യോജിച്ച പാർട്ടി പിന്നെ പിളർന്നപ്പോൾ ഞങ്ങൾ തിരുവല്ലയിൽ ശ്രീ മാമൻ മത്തായിയോടൊപ്പമാണ് ഞങ്ങൾ നിന്നത്. അത് മാനസാനോടൊപ്പമായി. വീണ്ടും പാർട്ടി യോജിച്ചു. വീണ്ടും പിളർന്നപ്പോൾ ഞാൻ പി ജോസഫ് സാറിനോട് തന്നെ ഉറച്ചു തന്നു. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയമൊക്കെ ഞാൻ ജോസഫ് സാറിനോടൊപ്പമായിരുന്നു. അവസാനം വീണ്ടും ജോസഫ് സാറിൻ്റെ നേതൃത്വം തന്നെ വന്നു. ശരിക്കും ഈ സ്ഥാനാർത്ഥിത്വം ഒരു അപ്രതീക്ഷിതമല്ലായിരുന്നു. ശരിക്കും മത്സരിക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ അവസാന നിമിഷം വരെ ഒരു വലിയ ഒരു ഉദ്വേഗം ഉണ്ടായിരുന്നു. വർഗീസ് മാമനാകുമോ അതോ കോൺഗ്രസ് ഇവിടെ ഏറ്റെടുക്കുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഇലക്ഷന് മുന്നോടിയുള്ള ഒരു മുന്നൊരുക്കം ഉണ്ടല്ലോ. ഇപ്പം നമുക്കറിയാം അനൂപ് ആന്റണി എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി, അദ്ദേഹം അവിടെ തമ്പടിച്ച് നിന്ന് പ്രചാരണം നടത്തുകയായിരുന്നു. ഈ അവസാന നിമിഷം വന്നപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സത്യത്തിൽ എൻ്റെ പേര് മാമൻ മത്തായി മരിച്ച തെരഞ്ഞെടുപ്പിൽ പരിഗണിച്ചതാണ്. അന്ന് അദ്ദേഹം ജില്ലാ പ്രസിഡന്റ്, ഞാൻ ജില്ലയുടെ സംഘടനയിലുള്ള സെക്രട്ടറിയുമാണ്. സ്വാഭാവികമായി ആ ലെവലിലേക്ക് വരുവാനും പ്രതീക്ഷിച്ചു. പക്ഷേ പിന്നീട് വന്ന ചർച്ചയിൽ കുടുംബത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞിട്ട് വന്നതുകൊണ്ടാണ് എലിസബത്ത് മാമൻ മത്തായി. പക്ഷേ എലിസബത്ത് മാമൻ മത്തായിക്ക് ശേഷം കേരള കോൺഗ്രസ് വന്ന സ്ഥാനാർത്ഥികളിലും തിരുവല്ലയ്ക്ക് പുറത്തുള്ളവരായിരുന്നു. കാരണം അവിഭക്ത തിരുവല്ല, ഒന്നായി നിൽക്കുന്ന തിരുവല്ലയെ പിന്നീട് കല്ലുപ്പാറ നിയമമണ്ഡലം ചേർത്തവരാണ്. പിന്നെ അവിടെ 2 തവണ മത്സരിച്ചു. അതിന് മുമ്പ് നിയമമണ്ഡലം വിട്ടൊരാളാണ് മത്സരിച്ചത്, അടുപ്പിച്ച് 2 തവണ. അങ്ങനെ 4 തവണ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ കാരണം തിരുവല്ലയിൽ മാമൻ മത്തായി മത്സരിച്ച കോൺസ്റ്റിറ്റ്യുവൻസി നിലനിർത്താൻ ആ നാട്ടിൽ നിന്ന് ഒരാൾക്ക് സീറ്റ് കൊടുത്തില്ലെന്നതാണ്. എൻ്റെ സീറ്റിൻ്റെ ഒരു തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ എന്നെ സജീവമായി പരിഗണിച്ചു. അന്ന് പരാജയപ്പെട്ടപ്പോൾ തന്നെ ജോസഫ് സാർ എന്നോട് മാനസികമായി എന്നെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാക്കി, UDFൻ്റെ ജില്ലാ ചെയർമാനാക്കി. എനിക്ക് അത്രയും പ്രവർത്തിക്കുവാൻ വലിയ അവസരം കിട്ടിയപ്പോൾ സ്വാഭാവികമായി സീറ്റ് എന്നിലേക്ക് വരുവാൻ തന്നെയായിരുന്നു. പിന്നെ കോൺഗ്രസ് സീറ്റ് ചോദിച്ചു എന്നുള്ളതല്ലാതെ അത്തരത്തിലൊരു കോൺഗ്രസുമായി ഏറ്റുമുട്ടലൊന്നുമില്ല. 1ാം റൗണ്ട് ചർച്ചയിൽ തന്നെ തിരുവല്ല സീറ്റ് കേരള കോൺഗ്രസിനാണെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഞാൻ സൂചിപ്പിച്ച പോലെ വലിയൊരു മുന്നൊരുക്കത്തിന് സമയം കിട്ടിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി 2 വർഷമായിട്ടുണ്ട്. ഇതിനു മുമ്പ് 2006 അദ്ദേഹം 5 വർഷം ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തു, ജനം UDF വോട്ട് ചെയ്തു. ഈ വിജയിച്ചപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPയുടെ ഒരു വളർച്ചയാണ്. ഇപ്പം 10,000 സംതിങ് വോട്ടിനല്ലേ ജയിച്ചത്? അതെ, 10,160. അപ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, മാത്യു ടി തോമസ് 20 വർഷം MLA ആയിരുന്ന ആൾ 3ാം സ്ഥാനത്തേക്ക് പോയി. ഈ അനൂപ് ആന്റണി എന്ന് പറയുന്ന ആൾ 2ാം സ്ഥാനത്തേക്ക് പോയി. ശരിക്കും BJP അവിടെ ഒരു വലിയ ശക്തിയായിട്ട് വളരുകയില്ല. BJP ഒരു ശക്തിയായിട്ടും വളരുകയില്ല. അതിൻ്റെ കഥ എന്നാന്ന് ചോദിച്ചാൽ, മാത്യു ടി തോമസിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 61,000 വോട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അത് 41,000 വേണ്ടി ചുരുങ്ങി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി അശോകൻ കുളനടയ്ക്ക് 21,000 വോട്ടുണ്ടായിരുന്നു. അത് ഈ പ്രാവശ്യം അനൂപ് ആന്റണിക്ക് മാത്യുട്ടിയുടെ 20,000 വോട്ടുകൂടി ഇങ്ങോട്ട് വന്ന് 41,000 ഉള്ളൂ. UDFൻ്റെ വോട്ട് 3,500 വോട്ട് കൂടുകയും ചെയ്തു. 50,000 ശിഷ്ടം ഉണ്ടായിരുന്ന UDF വോട്ട് 53,000 വോട്ടായിട്ട് ഞങ്ങളുടെ വർദ്ധിച്ചു. ഉദാഹരണം, കുന്നന്താനം പഞ്ചായത്ത് ഇടതുപക്ഷത്തിന് വലിയ മേൽക്കോയ്മയുള്ള 30 വർഷം ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്ത്. അവിടെ 1,800 വോട്ട് 2,000 വോട്ട് വരെ LDF ഭൂരിപക്ഷം കിട്ടുക. അവിടെ 140 LDF വോട്ട് കുറഞ്ഞു. അവിടെ 2ാം സ്ഥാനത്ത് BJP വന്നു. നെടുമ്പറ പഞ്ചായത്ത് LDFൻ്റെ ശക്തി കോട്ടയാണ്. 2,000 പേരെ വോട്ട് ലീഡ് കിട്ടുന്നതാണ്. അവിടെ 150 താഴെ വോട്ടായിട്ട് LDF പറഞ്ഞു. അവിടെയും 2ാം സ്ഥാനത്ത് BJP വന്നു. അതായത് ഇടതുപക്ഷ വോട്ടുകൾ BJPയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പോയി എന്നുള്ളതല്ലാതെ BJPയുടെ ഒരു വർധനവും അവിടെ ഉണ്ടായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലും പണ്ട് BJPക്ക് 7 കൗൺസിലർമാരുണ്ട്, 5 ഉണ്ടായിരുന്നു, അതിപ്പോൾ 7ആയി. അങ്ങനെ സംഘടനാപരമായി BJP മുമ്പിൽ നിൽക്കുന്ന പല ബൂത്തുകളിലും BJP മുന്നിൽ വന്നിട്ടില്ല. ഇത് LDFൻ്റെ വോട്ട്, LDFിനോടുള്ള ജനങ്ങളുടെ നിഷേധ വോട്ട് ഒരു പരിധി വരെ BJPയിലേക്ക് പോയി. അതിന് കാരണം പ്രധാനമന്ത്രി നേരിട്ട് കേരളത്തിൽ 2ഇടത്താണ് വന്നത്. ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് തിരുവല്ലയിലും. തിരുവല്ലയിൽ 2 മണിക്കൂർ സ്റ്റേഡിയത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചെലവഴിക്കുകയും എൻ്റെ സ്ഥാനാർത്ഥിയെ ഞാൻ ഡൽഹിയിൽ നിന്ന് നിങ്ങൾക്ക് തരികയാണെന്നൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടും 10,000 പേരെ വോട്ടിന് സ്ഥാനാർത്ഥി തോറ്റുപോയി. എന്നാൽ തിരുവനന്തപുരത്ത് ജയിക്കുകയും ചെയ്യും. അപ്പോഴും 2ാം സ്ഥാനത്ത് വന്നു എന്നുള്ളതാണ്. അത് ഇടതുപക്ഷത്തിന്റെ ദൗർബല്യം. ഇടതുപക്ഷം തകർന്നപ്പോൾ 2ാമത് വന്നു എന്നുള്ളത്. അനൂപ് ആന്റണി വീണ്ടും അവിടെ തന്നെ തുടരുകയാണ്. അത് നമ്മളത് ഗൗരവത്തോടെ കാണുന്നില്ലേ? ഒരു ഗൗരവം കാണണ്ട. കാരണം നാഥനില്ലാത്ത നാട്ടിലാണ് അദ്ദേഹം ഇറങ്ങിയത്. ഞാനും ഇറങ്ങി. ഇപ്പൊ തിരുവല്ലയ്ക്ക് നാഥനുണ്ട്. തിരുവല്ല ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഒരു പ്രസക്തി ഇനി അവർക്കില്ല. മാത്യു ടി തോമസിനെ കുറിച്ച് വലിയ ആദർശത്തിന്റെ ഒരു മുഖമുള്ള ഒരാളാണ്. മന്ത്രിസ്ഥാനം പോലും വലിച്ചെറിയാൻ മടിക്കാത്ത ഒരാളാണ്. പക്ഷേ എന്ത് വികസന മുരടിപ്പാണ് നമ്മൾ തിരുവല്ലയിൽ ശരിക്കും ഉള്ളത്. ശരിക്കും ഞാൻ അതിനകത്ത് ഏറ്റവും കൂടുതൽ, ഞാൻ കുറേ ആൾ തിരുവല്ലയിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ നമുക്കറിയാം അവിടുത്തെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ആ ബൈപ്പാസ്. അപ്പോൾ അതൊരു എന്താ പറയുന്നത്, ഒരു ഭാവനാശൂന്യമായ ഒരു നടപടി ആയിരുന്നു. അതുപോലെ തന്നെ ഈ നിങ്ങളിപ്പോൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി ഇപ്പം MLA ആയി, നമ്മൾ ചുറ്റും ഓടിച്ചു നോക്കുമ്പോൾ അല്ലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങും, എന്താണ് അവിടെ ശരിക്കും നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ സാധിച്ചത്? ഈ ആദർശത്തിൻ്റെ പരിവേഷം ഒന്നും വ്യക്തിപരമായ കാര്യമാണ്, ഞാൻ പരാമർശിക്കുന്നില്ല. അവിടെ പറ്റി എന്താണെന്ന് ചോദിച്ചാൽ, മാമൻ മത്തായി 91 MLA ആവുന്നു.
തൊണ്ണൂറ്റാറ് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ 96-2001 കാലഘട്ടത്തിലാണ് തിരുവല്ലയുടെ ഒരു വികസനത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നത് കൂടുതലും. അന്നാണ് ഈ ബൈപ്പാസിൻ്റെ ലാൻഡ് അക്വിസിഷൻ, ബൈപ്പാസിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ വന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം വരെ നടപ്പിലാക്കാൻ വന്നില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്ക് 1.5 വർഷമേ കിട്ടിയുള്ളൂ. പിന്നെ മാത്യു ടി തോമസിൻ്റെ കാലം വന്നപ്പോഴാണ് ഇതിൻ്റെ പണിയിലേക്ക് കടന്നിരുന്നത്. സത്യം പറഞ്ഞാൽ അപ്പോഴത്തേക്ക് ഈ പ്ലാൻ തന്നെ 10 വർഷം പുറകോട്ട് പോയി. കാലാനുസൃതമായി ഒരു അണ്ടർപാസിൽ കൂടിയോ ഫ്ലൈ ഓവറിലൂടെ ഈ ബൈപ്പാസ് വിഭാവനം ചെയ്യാമായിരുന്നു. കാരണം ലാൻഡ് അക്വിസിഷൻ പൂർണ്ണമായും ഒരു MLA നടത്തി ഫിക്സ് ചെയ്തിരിക്കുക. അതാണല്ലോ ഏത് വികസനത്തിൻ്റെ പ്ലാന്. ഒരു തർക്കവുമില്ല. അതാണ് തിരുവല്ല ബൈപ്പാസിന് ശ്രീ മാമൻ ബത്തായി സ്ഥലം എടുത്തത്. അവിടെ നിന്ന് മാത്യു ടി തോമസിന് ചെയ്യാമായിരുന്നത് കാലാനുസൃതമായി എന്താണ് എത്രയും പെട്ടെന്ന് ട്രാഫിക് കുരുക്ക് കൂടാതെ എത്താൻ പറ്റുന്നത്. പക്ഷേ എങ്ങനെയെങ്കിലും ഒരു ബൈപ്പാസ് തീർക്കണം എന്നുള്ള മനോഭാവമായിരുന്നു എന്ന് ഇപ്പം ബോധ്യപ്പെട്ടു. അതിൽ തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം കഴിഞ്ഞാൽ ഉടനെ അണ്ടർപാസ്സായി പോയിരുന്നെങ്കിൽ ഇത് രാമഞ്ചിറ ഇറക്കത്ത് ഇപ്പോൾ തന്നെ മുകളിൽ കൂടി വാഹനങ്ങൾ പോരുന്നത് ഈ 4 സിഗ്നൽ ലൈറ്റുകൾ ഒരുപാട് സിഗ്നൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ബൈപ്പാസ് റെക്ടിഫൈ ചെയ്യാനൊക്കാത്ത ഒരു തെറ്റ് കിടക്കുകയാണ്. അത്രയും കോടി രൂപ മുടക്കി ബൈപ്പാസ് നടത്തിയ സ്ഥലത്തോട് ഇനി മറ്റൊരു പടി റോഡ് നടക്കത്തില്ല. അത് ഇനി എങ്ങനെ പരിഹരിക്കാനൊക്കും, സിഗ്നൽ ലൈറ്റുകൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് പരിഗണിക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ PWD റോഡ്സുമായിട്ടും ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുമായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെ, ഏറ്റവും വലിയ തമാശ എന്താണെന്ന് അറിയാം, MC റോഡിൽ ഏറ്റവും തിരക്കേറിയ നഗരമാണ് തിരുവല്ല എന്നുള്ളത്. ഈ തിരുവല്ല നഗരത്തിലെ തിരക്കൊഴിവാക്കാനാണ് ഈ ബൈപ്പാസ് കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ ആൾക്കാരും എല്ലാം വീണ്ടും തിരുവല്ല നഗരത്തിൽ കൂടെ പോകുന്നത്. കാരണം ഈ ബൈപ്പാസിൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും സിഗ്നലാണ്. അത് ഇപ്പോൾ നമ്മുടെ ഈ തുടങ്ങുന്ന ഭാഗം തൊട്ട് ആ ചെന്നിറങ്ങുന്ന രാമഞ്ചിറ വരെ ഈ സിഗ്നലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ നഗരത്തിലെ കുരുക്ക് ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴും നഗരത്തിലെ കുരുക്ക് മുഴുവൻ നഗരത്തിൻ്റെ പഴയ MC റോഡിൽ കൂടെ പോകുന്നതാണ് ഇപ്പം കൂടുതൽ സുഗമം എന്നുള്ള ഭാഗം ഞാൻ സമ്മതിക്കണം. പക്ഷേ ഈ ബൈപ്പാസിലെ സിഗ്നൽ ലൈറ്റുകളും എന്തെങ്കിലും ഒരു 1 വേ സംവിധാനം കൂടി ഏർപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ക്ലാഷ് കുറച്ചുകൊണ്ടൊന്ന് ചെയ്യാൻ ഒക്കുന്ന ഒരു ആലോചന നടത്താനേ പറ്റത്തുള്ളൂ. ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അത് റെക്ടിഫൈ ചെയ്യാനൊക്കാത്ത രീതിയിൽ ആ ബൈപ്പാസ് പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി നമുക്കതിന് പുറത്ത് മറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ചെയ്യാനൊക്കുന്ന സിഗ്നൽ ലൈറ്റുകളിനെ എങ്ങനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് അവിടെ ട്രാഫിക്കിന് ഒരു കൺട്രോൾ വരുത്താൻ പറ്റുമെന്നും ആലോചിക്കണം. പക്ഷേ വലിയ അപകട മേഖലയാണ്, ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അതെ. ഒന്നാമത് ഇപ്പോൾ വാഹനങ്ങളുടെ എണ്ണം പെരുപ്പം വർദ്ധിച്ചു, ചെറുപ്പക്കാരടക്കം അതിവേഗത്തിൽ വാഹനങ്ങൾ ഓടിക്കുന്നു. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ ബൈപ്പാസിൽ കൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും ശോചനീയമായ കാഴ്ച എന്താണെന്ന് അറിയോ? ആ തിരുവല്ല സ്റ്റേഡിയം. എന്ത് ചെയ്യാൻ പറ്റും? തിരുവല്ല സ്റ്റേഡിയം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായിരുന്നു. കയറിയതേ ഉള്ളത് 32 ദിവസമായതേ ഉള്ളൂ. 5 കോടി രൂപ ഈ സർക്കാർ അനുവദിച്ചു. യശസ്വരനായ ശ്രീ PC തോമസ് തിരുവല്ല MLA ആയിരുന്ന 1980 കാലഘട്ടങ്ങളിൽ ആരംഭിച്ച സ്റ്റേഡിയമാണ്. അത് മുനിസിപ്പൽ സ്റ്റേഡിയമാണ്. പബ്ലിക്കിന്റെ കോൺട്രിബ്യൂഷൻ സന്തോഷ് ട്രോഫി വരെ നടന്ന സ്റ്റേഡിയമാണ്. ഇന്നത്തെ സ്ഥിതി എന്നാന്ന് ചോദിച്ചാൽ ഒരു കൊട്ട മണ്ണ് പോലും കഴിഞ്ഞ 20 വർഷമായി സ്റ്റേഡിയത്തിൽ ഇട്ടിട്ടില്ല. ഇതിനോടൊപ്പം പാലാ സ്റ്റേഡിയം, കേരളത്തിൽ പത്തനംതിട്ട ആറന്മുള നിയോജകമണ്ഡലത്തിൻ്റെ ആസ്ഥാനമായ പത്തനംതിട്ട വീണ ജോർജ് അവിടെ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിച്ചു. ഞങ്ങളുടെ നാട്ടിലെ MLAയും ഞങ്ങളുടെ കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റും 1 രൂപ അതിന് അനുവദിച്ചിട്ടില്ല. എൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ സമർപ്പിച്ച തിരുവല്ലയുടെ വികസന ആവശ്യങ്ങൾ ഒന്നാമത്തെ ഐറ്റമായിരുന്നു. അതിൽ 5 കോടി രൂപ. 5 കോടി രൂപ പര്യാപ്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ 1ാം ഘട്ടത്തിൽ പണി തുടങ്ങുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ അദ്ദേഹം അനുവദിച്ചു. എത്രയും വേഗം. ഇത് കൂടാതെ തിരുവല്ല നഗരസഭന് 1 കോടി രൂപ വെച്ചിട്ടുണ്ട്. സ്റ്റേഡിയം അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ആന്റോ ആന്റണി MP നേരത്തെ 2 കോടി അനുവദിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് സ്റ്റേഡിയം ഇറങ്ങും. കായിക പ്രേമികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കും. നേരത്തെ ഒരു മണ്ഡലമായിരുന്നു, 2 മണ്ഡലമായിരുന്നു. ഇപ്പോൾ അത് ഒരു മണ്ഡലമായിട്ട് മാറിയത്. കല്ലൂപ്പാറ മാറിയതോടെ മല്ലപ്പള്ളി ഭാഗവും അങ്ങോട്ട് ചേർന്ന് റാന്നിയോട് ചേരുന്ന ഭാഗവും എല്ലാം നമുക്ക് ആണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു MLA എന്നുള്ള നിലയിൽ ഇത്രയും വലിയ വിശാലമായ ഒരു മണ്ഡലത്തിലേക്ക്, അല്ലെങ്കിൽ പഴയ മണ്ഡലത്തിലേക്ക് കയറി പോകേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാം ഒരുപാട് പാലങ്ങളും ഒക്കെ തീരാൻ കിടപ്പുണ്ടായിരുന്നു. അത് ആ റോഡുകളുടെ അവസ്ഥയും വളരെ ശോചനീയമാണ്. ഈ ബജറ്റിൽ നമ്മൾ എന്തൊക്കെ അവിടത്തേക്ക് അനുവദിപ്പിച്ചിട്ടുണ്ട്? വലിയ പ്രസക്തമായ ചോദ്യമാണ്. കല്ലുപ്പാറ നിയോജകമണ്ഡലത്തിൻ്റെ ആസ്ഥാനം വരുന്ന മല്ലപ്പള്ളി, അവരുടെ 4 പഞ്ചായത്തുകൾ റാന്നിയിൽ പോയി. അവശേഷിക്കുന്ന 6 പഞ്ചായത്ത് തിരുവല്ലയിൽ നിൽക്കുകയാണ്. സത്യത്തിൽ തിരുവല്ല പഴയ ഒരു മുനിസിപ്പാലിറ്റിയും 6 പഞ്ചായത്തുമായി കൺവീനിയൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 2 നിയോജകമണ്ഡലത്തിൻ്റെ ഉത്തരവാദിത്തമാകും. മാമൻ മത്തായി ഉൾപ്പെടെയുള്ളവർക്ക് ഈ 6 പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റി ഇപ്പം 11 പഞ്ചായത്തിൻ്റെയും ഒരു മുനിസിപ്പാലിറ്റിയുടെയും ഉത്തരവാദിത്തം വെക്കേണ്ട ജനപ്രതിനിധിയായി ഞാൻ മാറി. പക്ഷേ ഞാനതൊരു ചലഞ്ചായി ഏറ്റെടുത്തു. മല്ലപ്പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മല്ലപ്പള്ളി ഒരു ഫയർ സ്റ്റേഷനായിരുന്നു. ഇന്ന് ബഡ്ജറ്റിൻ്റെ മറുപടി പ്രസംഗത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 1 കോടി രൂപ ബഡ്ജറ്റിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കും. കാരണം മണിമലയാറിനെ തൊട്ട് ഒട്ടനവധി അപകടങ്ങളവിടെ വരുന്നു. മല്ലപ്പള്ളിക്കാരന് ഒരു ഫയർ സ്റ്റേഷൻ്റെ സൗകര്യം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. തിരുവല്ലായിരുന്നോ പത്തനംതിട്ടയെന്നോ കോട്ടയത്തുനിന്നോ വരണം. അതുകൊണ്ട് മല്ലപ്പള്ളിയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. മല്ലപ്പള്ളി KSRTC ബസ് സ്റ്റാൻഡ് എത്രയും പെട്ടെന്ന് നവീകരിച്ച് അടുത്ത ഘട്ടത്തിലാക്കാൻ അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. അതുപോലെ തിരുവല്ല മല്ലപ്പള്ളി നമ്മൾ യോജിപ്പിക്കുന്ന റോഡുണ്ട്. ഈ ഇലക്ഷൻ ഏറ്റവും ചർച്ചാ വിഷയമായിരുന്നു. തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡ് 10 വർഷമായി മെയിൻ്റനൻസ് ഇല്ല, ഒന്നുമില്ല. അത് കിഫ്ബിയുടെ ഒരു പ്രോജക്റ്റിൽ ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം കഴിഞ്ഞ MLA മുമ്പോട്ട് പോയത്. നമ്മളത് ഏറ്റെടുക്കും, ഫസ്റ്റ് പ്രിഫറൻസിൽ അത് തീർക്കാം. പക്ഷേ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ PWD പ്രവൃത്തികളെല്ലാം നിന്നിരിക്കുക. നിങ്ങൾക്കറിയാമായിരിക്കും, ടാറിൻ്റെ വിലവർദ്ധനവ് കാരണം
കോൺട്രാക്ടർമാർക്ക് കാശ് കൊടുത്തിട്ടില്ല, സാധനങ്ങളുടെ വില വ്യതിയാനം അവർക്ക് കൊടുക്കുന്നില്ല. കൊടുക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാത്രം. ചെയ്ത പണിയുടെ പൈസയും കൊടുത്തിട്ടില്ല. 3800 കോടി ഇതേയും കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഈ ഒരു തടസ്സം നിൽക്കുന്നത് ഒഴിച്ചാൽ എത്രയും പെട്ടെന്ന് പൂർത്തി. അതുപോലെ തന്നെ മല്ലപ്പള്ളി, ആനിക്കാട്, കോട്ടാങ്ങൽ ശുദ്ധജലവിതരണ പദ്ധതി, അത് നിങ്ങളെക്കുള്ള മാധ്യമങ്ങൾ പുറത്തു വിടണ്ട. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, പി ജെ ജോസഫ് ജലസേന മന്ത്രി ആയിരിക്കുമ്പോൾ സാർ അനുവദിച്ച പദ്ധതിയാണ്. 10 വർഷം സ്ഥലം ഏറ്റെടുത്തു, ടാങ്ക് പണിതു, ട്രീറ്റ്മെന്റ് പ്ലാന്റ് പണിതു, അതിന്റെ 70% പണികൾ പൂർത്തിയാക്കി. ഞാൻ കയറി കഴിഞ്ഞാൽ എന്റെ ട്രാൻസ്ഫോമറും പാനലും കൊണ്ട് കറക്റ്റ് ചെയ്തു. കാരണം അന്നത്തെ കരാറുള്ളത് മല്ലപ്പള്ളി വെള്ളം എടുക്കുന്നത്, മല്ലപ്പള്ളി ആനിക്കാട്ട് വെള്ളം എടുക്കുക, മല്ലപ്പള്ളി ആനിക്കാട് റോഡിൽ നിന്ന് വെള്ളം എടുക്കുക. ആറ്റിന്ന് ആ പദ്ധതി എന്താണെന്ന് അറിയത്തില്ല. 10 വർഷമായിട്ട് മുന്നോട്ട് പോയി. ഇനി 30% വർക്ക് ചെയ്യാനുള്ളൂ. ഞാൻ മന്ത്രിയായിരുന്നു ഫോൻസ് ജോസഫിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പി ജോസഫ് സാർ ആരംഭിച്ച പദ്ധതിക്ക് എന്ത് കാരണമല്ല ഈ മുൻ MLA അവിടെ 5 വർഷം ജലസേന വകുപ്പുമായി. അതാണ് ഞാൻ ചോദിച്ചത്. എന്നിട്ട് ഇങ്ങനെയാണ് ആ പ്രദേശത്തോട് കാണിച്ച അവഗണന. എനിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം തന്നത് ആ പ്രദേശമാണ്. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കും. മല്ലപ്പള്ളി ശുദ്ധജല വിതരണ പദ്ധതി എത്രയും പെട്ടെന്ന് കമ്മീഷൻ ചെയ്യും. അവിടുത്തെ റോഡ്, KSRTC, ഫയർ സ്റ്റേഷൻ, ഈ കാര്യങ്ങളിലൊക്കെ തിരുവല്ലയ്ക്ക് എന്ത് കിട്ടുന്നോ അത്രത്തോളം മല്ലപ്പള്ളിക്കും കിട്ടും. അന്ന് ഞാൻ ആ ഇലക്ഷൻ ഉറപ്പ് കൊടുത്തു, അത് പാലിക്കുകയും ചെയ്യും. അതുപോലെ നമുക്കറിയാം ഇപ്പൊ MT വാസുദേവൻ നായർ, സലീം കുമാർ, അതുപോലെ ഒരുപാട് പേർക്ക് സ്മാരകങ്ങളുണ്ട്. നമ്മുടെ MG സോമന്റെ നാടാണ്. അതെ, അതിനുവേണ്ടി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തുകൂടെ? നമുക്കറിയാം ബ്ലസ്സി അടക്കമുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. നമുക്ക് MG സോമന് സ്മാരകം നിർമ്മിക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം ഒപ്പിക്കും. അതിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് പോകാം. ഞാൻ ഫൗണ്ടേഷൻ മെമ്പർ. MG സോമൻ മരിച്ചു കഴിഞ്ഞാൽ മാമൻ മത്തായി രൂപീകരിച്ച ആദ്യത്തെ ഫൗണ്ടേഷനിൽ 7 പേര്, അതിലൊരാളാണ് ഞാൻ. പിന്നീട് ഇപ്പോൾ അത് ബ്ലസ്സി അതിന്റെ ചുമതല പ്രസിഡന്റായി ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ ഒരു 5 വർഷക്കാലമായി സജീവമായി MG സോമൻ ഫൗണ്ടേഷൻ പ്രവർത്തിക്കുകയാണ്. 2 കാര്യമാണ്. ഒന്ന്, MG സോമന്റെ പേരിൽ തിരുവല്ലയിൽ ഒരു കൾച്ചറൽ സെന്ററോ ഓപ്പൺ സ്റ്റേഡിയം ആരംഭിക്കണമെന്ന് നഗരസഭയോട് ആവശ്യപ്പെട്ടു. 2, ഞങ്ങളുടെ ഫൗണ്ടേഷൻ തന്നെ, MG സോമൻ ഫൗണ്ടേഷൻ തന്നെ MG സോമന്റെ ഒരു പ്രതിമ സ്ഥാപിക്കുന്നുള്ള ഒരു കാര്യം. എന്തായാലും സോമേട്ടന്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ഓൾ കേരള നാടക മത്സരം കഴിഞ്ഞ 3 വർഷമായി ഈ ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ഒട്ടനവധി കലയുമായിട്ട് ബന്ധപ്പെട്ട പുതിയ അഭിനയ രംഗത്ത് വരുന്ന കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്ന സോമേട്ടൻ്റെ സ്മരണ നിലനിർത്താൻ ഞങ്ങൾ പ്രതിജ്ഞ. അതുപോലെയാണ് KG ജോർജ്. ഇന്ന് കേരളത്തിന്റെ മനസ്സിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന പഴയ ഒരു സംവിധാനം. ഒട്ടനവധി സിനിമകളുടെ നിർമ്മാതാവാണ്. മമ്മൂട്ടിയെ പോലും സിനിമാ രംഗത്തേക്ക് ഏറ്റവും സജീവമായി കൊണ്ടുവന്ന ഒരാളാണ്. KG ജോർജ് സാറിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളുമായി മുമ്പോട്ട് പോകും. തിരുവല്ലയെ എക്കാലത്തെയും ഓർമ്മിക്കുന്ന കലാകാരന്മാരെ ഞങ്ങൾ അനുസ്മരിക്കും. അതുപോലെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആശുപത്രികളുള്ള ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ 2 മെഡിക്കൽ കോളേജുണ്ട്, പിന്നെ അതിൻ്റെ ഒരു ദന്തൽ കോളേജുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ 2 സർക്കാർ ആശുപത്രി പ്രധാനപ്പെട്ടതുണ്ട്. ഈ സർക്കാർ ആശുപത്രിയെക്കുറിച്ച് ഒരുപാട് പേര് ദോഷമുണ്ട്. ഒന്ന് മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി, ഒന്ന് തിരുവല്ലയിലെ ആശുപത്രി. ഇവയുടെ ഒരു വികസനത്തിന് ഇനി എന്താണ് നമ്മുടെ ഒരു പ്ലാൻ ഉള്ളത്? തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പുതിയ OP ബ്ലോക്കും കെട്ടിട നിർമ്മാണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, സെൻട്രൽ സ്കീമിനും സ്റ്റേറ്റ് സ്കീമിലുമായിട്ട്. അത് കഴിയുമ്പോഴത്തേക്ക് അവിടെ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണം. ഞാൻ കഴിഞ്ഞ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പങ്കെടുത്തപ്പോഴാണ് അറിഞ്ഞത് പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഇല്ല എന്നുള്ളത്. അന്നേരം അതിനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. ഞാൻ ആരോഗ്യമന്ത്രിക്ക് കൊടുത്തതിൻ്റെ ആദ്യ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. പക്ഷേ പുതിയ തസ്തിക സൃഷ്ടിക്കുന്നത് സംബന്ധിച്ച് ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തില്ല. നമുക്കറിയാമല്ലോ, ഗവൺമെൻറ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയില്ല. അപ്രകാരം പുതിയ തസ്തിക സൃഷ്ടിക്കുന്നതിനോടൊപ്പം അതിൻ്റെ പണിയും തീരും. ആ ഭാഗത്തത് മല്ലപ്പള്ളിയിലെ കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് അടുത്ത ഒരു ഘട്ട വികസനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. നമ്മുടെ തിരുവല്ലയിൽ വന്ന ഏറ്റവും വലിയൊരു ദുരന്ത കാഴ്ചയാണ് KSRTC. കാരണം ഏറ്റവും വലിയ ഫ്ലോപ്പായി പോയൊരു മന്ദിരമാണ്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതാണ്. എന്താ ഫയർ NOC എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. എന്ത് ചെയ്യാൻ പറ്റും ഇനി? അതിനകത്ത് എന്താ ചെയ്യാൻ പറ്റും? ഫയർ NOC മാത്രമല്ല, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ, ഒരു ദീർഘവീക്ഷണവും ഇല്ലാത്ത ഒരു കോംപ്ലക്സ് തിരുവല്ലയുടെ ഹൃദയഭാഗമാണ്. കോടിക്കണക്കിന് രൂപ വിലമതിക്കാവുന്ന ഇങ്ങനെ ഒരു കോംപ്ലക്സ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്നതാണ് നമുക്ക് ആവശ്യത്തിലുള്ള സ്ഥലമുണ്ട്. ഇത് ബാക്കിലോട്ട് വലിച്ചു വെച്ച് ഫ്രണ്ട് മാക്സിമം ഷോപ്പിംഗ് കോംപ്ലക്സിനും പ്രയോജനപ്പെടുത്തിയതെങ്കിൽ ഇത് വിജയിച്ചേനെ. ഇതിപ്പം പണിതിരിക്കുന്ന 1,00,000 സ്ക്വയർ ഫീറ്റിൽ 30,000 സ്ക്വയർ ഫീറ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഞങ്ങൾ കണക്കെടുത്തു. 70,000 സ്ക്വയർ ഫീറ്റ് ഉപയോഗിച്ചതിനുമായി സിനിമാ തിയേറ്റർ ഉൾപ്പെടെയുള്ള പ്രോജക്റ്റാണ്. ബ്ലസ്സി അടക്കം ഞങ്ങൾ നേരിട്ട് ചേർന്ന് ഏതെങ്കിലും കമ്പനിയെ കൊണ്ടോ വ്യക്തികളെ കൊണ്ടോ എടുപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ സിനിമാ തിയേറ്റർ പ്രവർത്തിക്കുവാനുള്ള ഉയരമോ അതിന് സ്പെസിഫിക്കേഷനോ ഈ പറയുന്ന ബിൽഡിങ്ങിനില്ല. ഇപ്പോൾ ഒരു കൾച്ചറൽ സെന്റർ അവിടെ തുടങ്ങുന്ന ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ആരും എടുക്കാനില്ല. 150 രൂപ 100 രൂപ പറഞ്ഞിപ്പം 75 രൂപയായി വന്ന് KSRTC നിൽക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, 70,000 സ്ക്വയർ ഫീറ്റ് ആണ് അത്. ഈ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ബാധ്യത ഉണ്ടാക്കുന്നത് ഈ KSRTC കോംപ്ലക്സാണ്. അതിന് മറുപടി പറയേണ്ടത് മുൻ ജനപ്രതിനിധി അന്നത്തെ ഗവൺമെന്റുമാണത്. അത് BOT ആയിരുന്നു. അവർ KTDFC ആണ് ഇത് പണിത് കൊടുത്തിരിക്കുന്നത്. KTDFCയും KSRTC തമ്മിലുള്ള എഗ്രിമെന്റ് ഞങ്ങൾക്കറിയില്ല. ഇപ്പൊ KTDFCയുടേതാ അവർക്ക് കൊടുക്കാനുള്ള പണത്തിന് ഈട് കൊടുത്തു എന്ന് തന്നെ പറയുന്നു. എന്താണെങ്കിലും ശരി, തിരുവല്ലയുടെ നഗര വികസനം തടസ്സപ്പെടുത്തിയ ഒരു പ്രോജക്റ്റായിട്ട് നിൽക്കുകയാണ്. ഇനിയും അതിൻ്റെ അകത്തും റെക്ടിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഉപയോഗശൂന്യമായ സ്ഥലം എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അവിടെ ഈ പറഞ്ഞ അപകടമുണ്ട്. ഞാൻ മുമ്പേ ബൈപ്പാസ് സൂചിപ്പിച്ച അപകടം, ഈ KSRTC കയറുന്നവർ ഇറങ്ങുന്നിടത്തും അപകടമുണ്ടായി കുറേ പേര് മരിച്ചിട്ടില്ല. അത് ഈ ബസ് തന്നെ ബാക്കിലോട്ട് ഇറക്കുന്നത്. ഇത്രയും വലിയൊരു യാർഡ് ഉണ്ടായിട്ട് ബസ്സിന്റെ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി തിരിയാനുള്ള ഫെസിലിറ്റി അത് ഈ പണിയുന്നവർ എന്ത് പ്ലാൻ തയ്യാറാക്കിയവർ ഉൾപ്പെടെ എത്രമാത്രം അതിൻ്റെ മൈൻഡ് വർക്ക്. തൂൺ അത്രയും വലിയ തൂണുകളാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് തോന്നുന്നു.
ഇപ്പോൾ നമുക്ക് നിയമസഭയിലേക്ക് തന്നെ വരാം. നിയമസഭയിൽ പ്രസംഗത്തിൽ താങ്കളുടെ പ്രസംഗത്തെ ഒന്ന് കയറി പിടിച്ചു നമ്മുടെ മുതിർന്ന നേതാവ് ജി സുധാകരൻ. എന്താണ് ശരിക്കും നമ്മളത് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശാപം കിട്ടിയ പാർട്ടിയാണ്, എന്താണ് അത് ശരിക്കും എനിക്ക് മുമ്പ് പ്രസംഗിച്ച തൃശ്ശൂരിൽ നിന്നുള്ള മുൻ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രൻ മാഷായിരുന്നു. രവീന്ദ്രൻ മാഷ് ഈ ബഡ്ജറ്റിനെയും ഈ ബഡ്ജറ്റിന്റെ ആശയമൊക്കെ എതിർത്തത് ഇതൊരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയുടെ ഭാഗമാകുകയാണ്, അത്തരത്തിലുള്ള ഒരു മൂലധന സംസ്കാരം ഒരിക്കലും നിലനിൽക്കുകയില്ല, നോളജ് ക്യാപിറ്റലൈസേഷനാണ് പുള്ളി പറഞ്ഞത്. അത് യഥാർത്ഥ മുതലാളിത്തം കൂടി വിട്ടിരിക്കുകയാണ്. ഫലത്തിൽ പുള്ളി പറഞ്ഞു വെച്ചത് കമ്മ്യൂണിസമേ വിജയിക്കത്തുള്ളൂ. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു കമ്മ്യൂണിസം ലോകത്ത് തന്നെ തകർന്നിരിക്കുകയാണ്, കമ്മ്യൂണിസം വെറുക്കപ്പെട്ട തത്വസംഹിതയും തകർക്കപ്പെട്ട വിശ്വാസ പ്രമാണമാണ് എന്ന് ഞാൻ അതുകൊണ്ട് രവീന്ദ്രൻ മാഷെ പോലുള്ളവർ ഞങ്ങളുടെ പുതുതലമുറയ്ക്ക് കമ്മ്യൂണിസം പഠിപ്പിക്കുന്നതിൻ്റെ സാങ്കത്യം ഞാൻ ചോദ്യം ചെയ്ത. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ UDF എതിരായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു. എനിക്ക് ശേഷം പ്രസംഗിക്കാൻ വന്ന സീനിയർ നേതാവ് ജി സുധാകരൻ സാറായിരുന്നു. അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിസം നഷ്ടപ്പെട്ടിട്ടില്ല, കമ്മ്യൂണിസം ശവിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ ഇവിടുത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൊന്നും കമ്മ്യൂണിസ്റ്റുകാരല്ലെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ശാപഗ്രസ്തമായ നേതൃത്വമാണ്. ശരിക്കും താങ്കളുടെ ആ വാക്ക് കടമെടുത്ത് അദ്ദേഹം ശരിക്കും കൊടുക്കാനുള്ളവർക്ക് എന്റെ അക്കൗണ്ടിൽ അദ്ദേഹം കൊടുത്ത്. അത് പിന്നീട് അദ്ദേഹം കണ്ടായിരുന്നു, സംസാരിച്ചോ? ഞാൻ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരൊന്നും കുഴപ്പമുള്ളവരല്ലോ, ഇവിടെ ഞങ്ങൾ തന്നെ ഇപ്പം ഒത്തിരി ഗവർണർ മാഷിനെ പോലെ പലരുണ്ടല്ലോ, ഞങ്ങൾക്ക് പയ്യന്നൂരിന്നും ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റുകാർ ജയിച്ചിരിക്കുകയല്ലേ, സീനിയർ നേതാവ് CPI ഒരു കമ്മ്യൂണിസ്റ്റുകാരല്ല. ഞാൻ ഇവര് പറഞ്ഞപ്പോൾ ആ ആശയം ലോകത്ത് നിന്നും തകർക്കപ്പെട്ട ഒരു വിശ്വാസം അല്ല, അത് അദ്ദേഹം ശരിവെച്ചല്ലോ. അദ്ദേഹം പറഞ്ഞത് 2-3 രാജ്യങ്ങളിൽ ഒഴിച്ച് ഇവിടെ നടക്കുന്ന ഒന്നും കമ്മ്യൂണിസം അല്ല എന്നുള്ളത്. അതെ, എനിക്ക് തോന്നുന്നു നമ്മളാ പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു ഇവരെ അടിക്കാനുള്ള ഒരു വടിയായി. അപ്പൊ എങ്ങനെയാ ഇപ്പൊ കന്നി MLA ആണല്ലോ, എങ്ങനെയുണ്ട് ഒരു ഇത്രയും ദിവസം ഇന്നത്തെ ബജറ്റ് ചർച്ചയൊക്കെ നടന്നു, ഈ മുഖ്യമന്ത്രിയുടെ ആ ഇന്നത്തെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ്? മുഖ്യമന്ത്രി അസാമാന്യ. നമ്മളൊരു പൊളിറ്റിക്കൽ ലീഡറെ കാണുന്നത് എന്തുകൊണ്ടാണ് BD സതീശനെ കേരളം ഇഷ്ടപ്പെടുന്നത് സത്യം. ഒന്ന് BD സതീശൻ നല്ല കണ്ടന്റ് ഉള്ള ആളാണ്, 2 റിസൾട്ട് ഓറിയന്റഡ് ആണ്. പുള്ളി ഏത് കാര്യത്തെക്കുറിച്ച് പറഞ്ഞാലും കേൾവിക്കാർക്ക് അന്നേരം തോന്നുകയല്ല, പിന്നീട് ചിന്തിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞത് ശരിയെന്ന് തോന്നും. ഇന്ന് പ്രതിപക്ഷത്തിനെ നിശബ്ദരാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗം. ബർക്കാഡിയുടെ നികുതി വർധന തൊട്ട് ഇവർ ഉയർത്തിപ്പിടിക്കാൻ ഉദ്ദേശിച്ച PM ശ്രീ പദ്ധതിയുടെ പേരിൽ ഇന്ന് വോക്കൗട്ട് നടത്തിയത്. സത്യത്തിൽ അവർ വിധികളായി. PM ശ്രീയിൽ ഒപ്പിട്ടു എന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ തന്നെ നിയമസഭയെ സമ്മതിച്ചു. എന്തിനു ഒപ്പിട്ടു എന്ന് ചോദിച്ചാലും മറുപടിയില്ല. അവസാനം അദ്ദേഹത്തിന് പറയേണ്ടി വന്നു, മറ്റൊരു കേന്ദ്ര ഫണ്ട് കിട്ടണമെങ്കിൽ ഇത് ഒപ്പിട്ടേ പറ്റത്തുള്ളൂ. ഒപ്പിട്ടെന്ന് പറയുകയും ചെയ്തു, മരവിപ്പിച്ചെന്ന് പറയുകയും ചെയ്തു. അന്നേരം മുഖ്യമന്ത്രി ചോദിച്ചു, ഒപ്പിട്ടത് എന്തിനാ, മരവിപ്പിക്കാൻ വേണ്ടിയാണോ? അദ്ദേഹത്തിന്റെ ചോദ്യ ശരങ്ങൾക്ക് മുമ്പിൽ പ്രതിപക്ഷം മുട്ടുമടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ബഡ്ജറ്റ് അവതരണം മാത്രമല്ല, അദ്ദേഹം അവതരിപ്പിക്കുന്ന ഏത് കാര്യത്തെക്കുറിച്ചും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അദ്ദേഹം നല്ല വെൽ കൺവിക്ഷനോടാണ് ഒരു കാര്യം പറയുന്നത്. ഇത്രമാത്രം പഠിച്ച് ഇത്രമാത്രം ഒരു കാര്യം അവതരിപ്പിക്കാൻ കഴിയുന്നത് പറയുന്നത് വലിയൊരു ഈശ്വരാനുഗ്രഹമാണ്. ഈ മദ്യനയം വലിയ വിവാദമായിരിക്കും, ഇത് UDF ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? അങ്ങനെ ഗവൺമെന്റ് പുതിയ മദ്യനയം കൊണ്ടുവന്നിട്ടേ ഇല്ല. ഇന്ന് അദ്ദേഹം അവതരിപ്പിച്ച ബഡ്ജറ്റ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞ ബർക്കാഡിയെ സംബന്ധിച്ച വീര്യം കുറഞ്ഞ മദ്യം സംബന്ധിച്ച വീര്യം കുറഞ്ഞ മദ്യത്തിനെ സംബന്ധിച്ച നികുതി സംബന്ധിച്ച കഴിഞ്ഞ ഗവൺമെന്റ് ബാലഗോപാലിന്റെ ഗവൺമെന്റ് MP രാജേഷ് എക്സൈസ് മന്ത്രിയായിരിക്കും, അവർ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി 120% ആക്കണം എന്നുള്ളതാണ്. എന്നെ ബിയറിന്റെ വൈൻ്റെ ഇടയ്ക്ക വൈനാണ്ട് 70% മേളിലും ബിയറിന് 115%. ഇതിനിടയ്ക്കത്തെ ഒരു നികുതിയാണ് ഇവർ ഉദ്ദേശിച്ച് വെച്ചിരുന്നത്. 120-115 ഇവരുദ്ദേശിച്ചത്. നമ്മളത് 170% ആക്കാനാണ്. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നികുതി ഇതാണെന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഒരു മദ്യനയം വന്നില്ല. പിന്നെ ഇവര് മദ്യം ഒഴുക്കി കേരളം മുഴുവൻ മദ്യം ഒഴുക്കുക എന്ന് പറഞ്ഞു. അതിന് മറുപടി മുഖ്യമന്ത്രി പറഞ്ഞു, ഉമ്മൻചാണ്ടി ഒഴിയുമ്പോൾ 29 ബാറ, പിണറായി വിജയന്റെ സർക്കാർ 10 വർഷം ഒഴിയുമ്പോൾ 1000-നടുത്ത് ബാറ. അതിനാരാണ് കേരളത്തിൽ മദ്യവ്യാപനം ഉണ്ടാക്കിയതും തലമുറയെ നശിപ്പിച്ചതെന്നും പകൽ പോലെ സത്യമല്ലേ? നമുക്ക് നേരത്തെ ഈ പത്തനംതിട്ടയിൽ നിന്ന് എല്ലാ തവണയും ഒരു മന്ത്രി ഉണ്ടാകുന്നതാണ്. ഇത്തവണ നമുക്കൊരു മന്ത്രിയില്ല. അതിന്റെ ഒരു കുറവ് നമ്മൾ എങ്ങനെ പരിഹരിക്കുന്നത്? കഴിഞ്ഞ തവണയാണെങ്കിൽ വീണ ഉണ്ടായിരുന്നു, ഇത്തവണ UDF ഭരിക്കുമ്പോൾ ഒരു മന്ത്രിയില്ല. എങ്ങനെ നമുക്കത് പരിഹരിക്കാൻ സാധിക്കും? കഴിഞ്ഞ തവണ 5 സീറ്റിനെയും LDF ജയിപ്പിച്ചതാണ്. മന്ത്രി ഉണ്ടായിട്ട് ഒരു ഗുണവും പത്തനംതിട്ട ജില്ലയിൽ ഒരു നിയമമണ്ഡലത്തിനും കിട്ടിയില്ല. ആ മന്ത്രിയുടെ നാട്ടിൽ തന്നെ ഒരു അവാൻ പാലം ഉണ്ടാക്കിയിട്ട് ആ പാലം ഇന്നൊരു നോക്കുകുത്തിയായിട്ട് നിൽക്കുക. അവിടെ മന്ത്രി ഇല്ലെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി അടക്കം മുഴുവൻ മന്ത്രിമാർ ഈ ജില്ല ചേർത്തു. ഉദാഹരണം തിരുവല്ല പോലീസ് സ്റ്റേഷൻ. ഞാൻ ബഡ്ജറ്റിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയെ കണ്ടു. അദ്ദേഹം സത്യപ്രതിജ്ഞ 2ാം ദിവസം ഞാൻ തിരുവല്ല പോലീസ് സ്റ്റേഷൻ 2 പോലീസ് ക്വാർട്ടേഴ്സുകളുടെ മുറികൾ ചേർത്ത് പിടിച്ചത്. എല്ലാവർക്കും അറിയാം, ഞങ്ങൾ അഭിഭാഷകരും അല്ലാത്തവരും പൊതുപ്രവർത്തനം പോകുന്നതാണ്. കാരണം നിലവിലുള്ള പോലീസ് സ്റ്റേഷൻ തകർന്നു വീണു. അതായത് ഫിറ്റ്നസ് ഇല്ല. നിലവിലുള്ള MLA ഇത് അറിയാതെയാണല്ലോ ഇതുകൊണ്ട് പോലീസ് ക്വാർട്ടേഴ്സ് വെച്ചിരിക്കുക. അതൊന്ന് പറഞ്ഞ് റെസിഡൻഷ്യൽ ഏരിയ വണ്ടികൾ പോകാനൊക്കത്തില്ല. ഞാനും അതിലെ യാത്ര ചെയ്യുന്നത്. ഞാൻ ആഭ്യന്തരമന്ത്രി ശ്രദ്ധപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, അദ്ദേഹം പോലീസ് ഹൗസിംഗ് സൊസൈറ്റിയുടെ ADGPയെ വിളിച്ചപ്പോൾ ഫണ്ട് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. എനിക്ക് 4 കോടി രൂപ അനുവദിച്ചു. അന്നേരം ബഡ്ജറ്റിൽ അനുവദിക്കുന്ന കൂടാതെ തന്നെ മന്ത്രിമാർക്ക് അതത് വകുപ്പുകളിൽ കൂടി നാട്ടിൽ വികസനപ്പെടുത്താൻ നടത്താം. ഞാൻ ചോദിക്കുന്നത് 5 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിൽ ഒരു മന്ത്രി ഉണ്ടായിട്ടും
എടുത്ത് ആശുപത്രിയുടെ കാര്യം പറഞ്ഞു, എടുത്തു പറയത്തക്കോണം എന്തെങ്കിലും ഒരു നേട്ടം ജില്ലയ്ക്കുണ്ടായോ? അന്നേരം മന്ത്രി ഇല്ലെങ്കിൽ പോലും ഞങ്ങളെ ഈ ജില്ലയെ ചേർത്ത് പിടിക്കുന്ന, ഞങ്ങളുടെ MLA-മാരെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെന്റാണ്, ഒരു മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ മന്ത്രി ഇല്ലെന്നുള്ള പേരിൽ ഒരു നിരാശയില്ല. അവിടെ ഇപ്പോൾ ഈ ഹൗസിംഗ് ബോർഡിന്റെ 2 കെട്ടിടമുണ്ട്, നല്ല കുറ്റപ്പുഴ ഒരെണ്ണമുണ്ട്, 2 സ്കീമുണ്ട്, ഈ ഇതുമുണ്ട്, മഞ്ഞാടിയുണ്ട്, മാമനത്തൈന്നുണ്ട്. അപ്പൊ ഈ ഹൗസിംഗ് ബോർഡിന്റെ അതെല്ലാം വെറുതെ കിടക്കല്ലേ ഇപ്പൊ നിലവിൽ? അല്ല, ഹൗസിംഗ് ബോർഡ് മുഴുവൻ പോയല്ലോ, ഒരു പ്ലോട്ട് പോലും ഇല്ലല്ലോ. ഇല്ല. അയ്യോ, ഏറ്റവും ഞാനിപ്പം ഭവന നിർമ്മാണ മന്ത്രി മോൻസ് ജോസഫ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് NRI-ക്കാർക്ക് വേണ്ടി ഒരു പ്രോജക്റ്റും അല്ലാതെ മറ്റൊരു പ്രോജക്റ്റ് സാധാരണക്കാർക്ക് വേണ്ടി വേണം. തിരുവല്ല വലിയ വസ്തുവിലയാണ്. ഇപ്പൊ ഫ്ലാറ്റുകൾ, ഈ ഫ്ലാറ്റ് തന്നെ ഇപ്പോൾ 1 കോടി 1.5 കോടി മേളിൽ പോയി. ഇടത്തരക്കാരായ പ്രവാസികളായി ഈ യുദ്ധത്തിൽ തിരിച്ചു വന്നിരിക്കുന്നത്, ഡ്രൈവർമാരായിട്ട് ജോലി ചെയ്തവർ, ഓഫീസ് ക്ലർക്കായിട്ട്, അവരുള്ളൊന്നും കോടികളില്ല. അതിന് അവർക്ക് കൂടി ഫീസിബിൾ ആയിട്ടുള്ള 30 തൊട്ട് 50 ലക്ഷം രൂപ വരെയുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ച് നൽകുന്ന തിരുവല്ല കവിയൂർ റോഡ്, ഞാനിലത്താന ചങ്ങനാശ്ശേരി റോഡ്, നല്ല റോഡുകളായി വർദ്ധിച്ചു. ആ റോഡിലൊക്കെ ഇപ്പം ന്യായമായ വിലയ്ക്ക് വസ്തുക്കൾ കിട്ടും. അതുകൊണ്ട് തിരുവല്ലയിൽ ഒന്ന് പ്രവാസികളായി മടങ്ങി വന്നവർക്ക് വേണ്ടി ഭവന പദ്ധതി, അല്ലാത്തൊരു ഭവന പദ്ധതി. തിരുവല്ലയിൽ ഏത് ഭവന പദ്ധതി നടത്തിയാലും വൻ വിജയമാണ്. ഹൗസിംഗ് ബോർഡിന്റെ 2 പ്രോജക്റ്റും 100% സക്സസ് ആണ്. ഈ റവന്യൂ ടവറിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. റവന്യൂ ടവർ നിർമ്മിച്ചത് ശ്രീ മാമൻ മത്തായിയുടെ കാലത്ത് മാനസാർ കൂടുതലാണ്, നല്ല സക്സസ് ആയി പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് അതിന് മെയിൻ്റനൻസ് ഇല്ലാതെ, ഉദാഹരണം 3 ലിഫ്റ്റ് പ്രവർത്തിക്കുന്നുണ്ടാണ്, 1 ലിഫ്റ്റേ പ്രവർത്തിക്കുന്നുള്ളൂ. അവിടുത്തെ ഓഫീസ് സംവിധാനങ്ങളെല്ലാം ഓൾമോസ്റ്റ് ഓക്യുപ്പൈഡാണ്. സർക്കാർ ഓഫീസുകളിൽ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വന്നിട്ട് അവരുടെ പല സർക്കാർ ഓഫീസുകളും പുറകോട്ട് പോയി. ഇപ്പം നമ്മൾ പുനരുജ്ജീവിപ്പിക്കാൻ പോവാണ്. മന്ത്രിയുടെ ശ്രദ്ധയും ഞാൻ പെടുത്തി അടിയന്തരമായും 2 ലിഫ്റ്റുകളും പുനഃസ്ഥാപിക്കുന്നു. 1 ലിഫ്റ്റ് വേണേൽ MLA ഫണ്ടിൽ തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തിരുവല്ല ട്രഷറി ആളുകൾ ആവശ്യപ്പെടാം. ഞാൻ പുതിയ ട്രഷറിക്ക് വേണ്ടി ബജറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ ട്രഷറി റവന്യൂ ടവറിലേക്ക് സുഗമമായി പ്രവർത്തിക്കാം. കാരണം കോടതികൾ പുതിയ സമുച്ചയത്തിലേക്ക് മാറുക, കോടതികൾ മാറുമ്പോൾ ഏതാണ്ട് 2 ഫ്ലോർ ടോട്ടലി ഫ്രീ ആവും, വളരെ സൗകര്യപരമായി. അതിൽ ബിവറേജസ് ഔട്ട്ലെറ്റ് ഉണ്ട്, കോടതി മാത്രമല്ല, തിരുവല്ല ബിവറേജസ് ഔട്ട്ലെറ്റ് ഇല്ല, അതൊരു ചർച്ചയാ നാട്ടിലെ, അതും കൂടെ തുറന്നു പറയണമല്ലോ. ഈ ബിവറേജസ് ഔട്ട്ലെറ്റ് 60,000-65,000 രൂപ വാടകയ്ക്ക് റവന്യൂ ടവറിൽ ബേസ്മെന്റ് ഫ്ലോറിൽ പ്രവർത്തിച്ചതാണ്. ഒരു സുപ്രഭാതത്തിൽ ഇതങ്ങ് അടയ്ക്കുന്നു. 4 സ്കൂളുകളാൽ ചുറ്റപ്പെട്ട തിരുമൂലപുരം ജംഗ്ഷനിൽ ഒരു സുപ്രഭാതത്തിൽ കൊണ്ട് ഏതോ ഒരു വിദേശ മലയാളിയുടെ ഒരു കെട്ടിടത്തിൽ കൊണ്ട് സ്ഥാപിക്കുന്നു. 1,75,000 രൂപയാണ് റെന്റ്. കഴിഞ്ഞ ഗവൺമെന്റ് അവസാന സമയത്ത് ഞങ്ങൾ പ്രതിപക്ഷം ഉൾപ്പെടെ സമരം ചെയ്ത് തുടങ്ങാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. ഈ ഗവൺമെന്റ് സത്യം പറഞ്ഞതിന്റെ ഒരാഴ്ച മുമ്പ് ഞാൻ നോക്കി വളരെ ഓർഡർ ഇറക്കുന്നു. MLA എന്നുള്ളത് ഞങ്ങൾ ഉൾപ്പെടെ തടഞ്ഞു, അത് പൂട്ടിച്ചു. അത് ഈ റവന്യൂ ടവർ തന്നെ അവർക്ക് പ്രവർത്തിപ്പിക്കാമല്ലോ. റവന്യൂ ടവറിൽ അടച്ചു പൂട്ടിയിട്ട് ആരെയോ സ്വകാര്യ വ്യക്തിയെ സഹായിക്കാൻ 75,000 റെന്റ് ഉണ്ടായിരുന്നു, 1.25 ലക്ഷം റെന്റിന് മറ്റൊരു ആരംഭിക്കാൻ ശ്രമിച്ചു. അത് സ്കൂളുകളുടെ തൊട്ടടുത്താ, അത് നമുക്ക് പറ്റത്തില്ല. അത് പറഞ്ഞപ്പോഴാ പുളിക്കീഴ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജവാൻ ഉത്പാദിപ്പിക്കുന്നത്, ജവാന്റെ ആ ഉത്പാദനവുമായിട്ട് ബന്ധപ്പെട്ട് ഈയിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് വീണ്ടും പുനരാരംഭിച്ചോ? എന്തായി ഇത്? സത്യം പറഞ്ഞാൽ പുളിക്കീഴ് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിന് 100 ഏക്കർ സ്ഥലം ബ്രിട്ടീഷുകാർ ആരംഭിച്ച പഞ്ചസാര ഫാക്ടറി, അന്ന് പഞ്ചസാര കൃഷി കരിമ്പ് കൃഷി ഉണ്ടല്ലോ, അതിപ്പം ബിവറേജിന്റെ ഒരു ഗോഡൌണും ഈ ജവാന്റെ ഒരു നിർമ്മാണമായിട്ട് നിൽക്കുക. 10 ഏക്കറെ അവർ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു ഏക്കറിനടുത്ത് സ്ഥലം പോലീസ് സ്റ്റേഷനും 10 ഏക്കറോളം സെൻട്രൽ ലോ യൂണിവേഴ്സിറ്റിയുമാണ്. ഞാൻ ഗവൺമെന്റ് സമർപ്പിച്ച പദ്ധതിയിൽ അവിടെ IT ഇൻഡസ്ട്രിയൽ പാർക്ക്, ഈ ബഡ്ജറ്റിൽ അതുണ്ട്. IT ഇൻഡസ്ട്രിയൽ പാർക്ക് തത്വത്തിൽ അംഗീകരിച്ചു. നമ്മൾ ഏത് ഒരു പ്രപ്പോസലും ഗവൺമെന്റ് അംഗീകരിക്കുന്ന ബഡ്ജറ്റിൽ കൂടെ അതിന് തുക വക വെച്ചു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഏത് വെക്കുന്ന തുകയും നമുക്ക് ഈ വർഷം ചെലവഴിക്കാൻ പറ്റുമോ? ഗവൺമെന്റ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അവിടെ ഇൻഡസ്ട്രിയൽ IT പാർക്ക് വരും. ഇപ്പം ജവാന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അത് എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് ഭംഗിയായ രീതിയിൽ ആ യൂണിറ്റ് പ്രവർത്തിക്കണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹം. അതുപോലെ ഏറ്റവും കൂടുതൽ ലഹരി മരുന്ന് വരുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് ഈ തിരുവല്ല. ഒന്ന് ട്രെയിൻ വഴി വരുന്നു, ബസ് വഴി വരുന്നു, പിന്നെ പോരായി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ പുകയില റെയ്ഡ് നടന്നത് തിരുവല്ലയിൽ നിന്നാണ്. ഈ ലഹരിയുടെ ഈ ഒരു വിപണനവും വ്യാപനവും അവിടെ തടയാൻ എന്താണ് ഒരു മാർഗം? ഈ ഗവൺമെന്റ് വന്നപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ കേരള ഗവൺമെന്റ് ആദ്യ പദ്ധതി ഓപ്പറേഷൻ തുഫാൻ, ആ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട നിരന്തരമായ റെയ്ഡുകളും സ്കൂളുകളുമായി ബന്ധപ്പെട്ട് വരാം. പക്ഷേ ഇപ്പം നമ്മളെയൊക്കെ ഞെട്ടുന്ന ആഭ്യന്തരമന്ത്രി ഇന്നലെ നിയമസഭയിൽ പറഞ്ഞതാ, ഇതിന്റെ ക്യാരിയറായിട്ട് ഒന്നും അറിയാൻ വയ്യാത്ത സ്കൂൾ കുട്ടികളെ പോലും ഉപയോഗിക്കുക. കുട്ടികളുടെ സ്കൂൾ ബാഗ് പരിശോധിക്കരുന്നു മറ്റേ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ഷൻ ഉണ്ട്. ഇന്നലെ ആഭ്യന്തരമന്ത്രി നിയമസഭയെ പറഞ്ഞു അതെടുത്ത് മാറ്റണം. കാരണം ഒന്നും അറിയാത്ത പോകുന്ന ഒരു കുട്ടിയുടെ ബാഗിലോട്ട് ഇവർ സാധനം നിക്ഷേപിച്ചിട്ട് അവിടെ കൊണ്ട് സപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും ശരി, ഈ മാഫിയയെ തടയുന്നതിനുള്ള ശക്തമായ നടപടിയുമായി ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയാണ്. പൊതുജനം സഹകരിക്കുന്നുണ്ട്. ഈ 26-ാം തീയതി ലഹരി വിരുദ്ധ ദിനമാണ്. നാട്ടിൽ ഒട്ടനവധി പരിപാടികളും ബോധവൽക്കരണവുമായിട്ട് ഇതിനെ നേരിടാമെന്ന് ഉദ്ദേശിക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളാണ്. നമുക്കറിയാം തിരുവല്ല, പരുമല, എടത്തുവ, ചക്കുളത്തുകാവ്, ഇങ്ങനെ എല്ലാ മതസ്ഥരുടെയും ഒരു ആരാധനാലയങ്ങൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലം. ഈ ടൂറിസം സർക്യൂട്ട് എന്ന് പറഞ്ഞൊരു പരിപാടി വന്നിട്ടുണ്ട്. നമ്മുടെ അവിടെ എന്തിനൊക്കെ ലഭിക്കും ഇതിൻ്റെ ഒരു പ്രയോജനം നമ്മുടെ മണ്ഡലത്തിൽ? സത്യത്തിൽ ഏറ്റവും വലുത് ഞാൻ പറയും, തിരുവല്ലയെ മാത്രമല്ല ജില്ലയൊക്കെ, പത്തനംതിട്ട ജില്ലയിലാണ് ശബരിമല. ഏക റെയിൽവേ സ്റ്റേഷനാണ് തിരുവല്ല. അതൊരു തീർത്ഥാടക റെയിൽവേ സ്റ്റേഷനിൽ പ്രഖ്യാപിക്കണം. ഉദാഹരണം, ഇരിങ്ങാലക്കുടയ്ക്ക് അപ്പുറത്തുള്ള പോട്ട ഡിവൈൻ കേന്ദ്രം, അത് ഡിവൈൻ റെയിൽവേ സ്റ്റേഷനായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. അവിടെ സ്റ്റോപ്പുണ്ട്. എന്തുകൊണ്ട് തിരുവല്ലയിൽ ഇത്രയധികം വിപ്ലവം സൃഷ്ടിക്കുകയും ഡബിൾ എഞ്ചിൻ പ്രവർത്തനം നടത്തുന്ന BJPയുടെ പ്രവർത്തനമൊക്കെ ഉണ്ടായിട്ട് അവിടെ ഇന്ന് വരെ റെയിൽവേയുടെ വികസനത്തിന് ആന്റോ ആന്റണിയുടെ MP നിരന്തര ശ്രമഫലമായി ഇന്ത്യയിലെ 3 ഗ്രേഡ് റെയിൽവേ സ്റ്റേഷനിലെ
2ാം ഗ്രേഡ് റെയിൽവേ സ്റ്റേഷൻ്റെ 10 പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റെയിലിൻ്റെ സ്റ്റോപ്പേജ് വന്ദേ ഭാരതം ഒരു ജില്ലയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ എല്ലാ ട്രെയിനും നിർത്തണമെന്നുള്ള പൊതു മാനദണ്ഡമാണ്. ഈ ശബരിമല ആൾക്ക് വരുന്നതിന് ഏറ്റവും സൗകര്യപരമായ സ്ഥലവും ഇടത്താവളത്തിനൊക്കെ ഉണ്ട്. എന്നാൽ ചെങ്ങന്നൂരിൽ ഈ ഫെസിലിറ്റി എല്ലാം കൊടുക്കുന്നതുകൊണ്ട് ശബരിമല തീർത്ഥാടകർ വേണ്ടി അവിടെ വരും. അന്നേരം ശബരിമലയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റെയിൽവേ പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടില്ല. ഈ ജില്ല തന്നെ ഒരു തീർത്ഥാടക ജില്ലയായിട്ട് പ്രഖ്യാപിക്കണം. അതെ, മാരാമൺ, പരുമല, മഞ്ഞനിക്കര അടക്കം പായ്പൂര്, ചന്ദനക്കുടം അടക്കമുള്ള എല്ലാ മതസ്ഥരുടെയും ചക്കുളത്തുകാവ്, എടത്തുവ പെരുന്നാൾ, പരുമല പെരുന്നാൾ, മാരാമൺ കൺവെൻഷൻ എന്ന് സൂചിപ്പിച്ചു. ഇത്തരത്തിലുള്ള എല്ലാ മതങ്ങളും വളരെ സൗഹൃദത്തിൽ. അതുപോലെ ശ്രീവല്ലഭ ക്ഷേത്രം ഞാൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടു. പുരാതന ക്ഷേത്രങ്ങളും പൈതൃകങ്ങളും സംരക്ഷിക്കുന്ന ഒരു പദ്ധതി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അതിനകത്ത് കേരളത്തിലെ എണ്ണപ്പെട്ട 8-9 അതിനകത്ത് ശ്രീവല്ലഭ ക്ഷേത്രത്തെ ഉൾപ്പെടുന്നതാണ്. ആ വർഷത്തിൽ 360 ദിവസത്തിൽ 300 ദിവസവും കഥകളി നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഞാൻ MLA ആയിക്കഴിഞ്ഞാൽ എന്നെ ഒരു പരിപാടി ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചെന്നപ്പോൾ രാത്രിയിലെ ഒരു കുട്ടി കഥകളിക്ക് അരങ്ങേറ്റത്തിന് ഇറങ്ങിയപ്പോൾ അവരെന്നെ വിളിച്ചതാണ് ദക്ഷിണ തരാൻ. അന്നേരം ആ ക്ഷേത്രത്തിൽ ഇങ്ങനൊരു പരിപാടി എല്ലാ ദിവസവും രാത്രി നടക്കുന്നത്. അങ്ങനെ നമ്മുടെ കലയെയും സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വലിയ പ്രവർത്തനം ശ്രീവല്ലഭ ക്ഷേത്രം നടത്തുന്നുണ്ട്. ആ ക്ഷേത്രങ്ങളെയൊക്കെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ പൈതൃകം സംരക്ഷിക്കുന്ന കാര്യത്തിൽ മുമ്പോട്ട് പോകണം. അതുപോലെ ക്രൈസ്തവ സഭകളെയും ഇതര സഭകളുടെയും ആരാധനാലയങ്ങൾ വരുന്ന ഒരു പിൽഗ്രിം സെൻ്ററായിട്ട് തിരുവല്ല വളർത്തണം എന്നല്ല ഞങ്ങളുടെ ആഗ്രഹം. 2 മെത്രാപോലിത്തമാര്, 2 പേരോളം ഉണ്ട്. നമുക്ക് അവിടെ അറിയാം. ഒന്ന് ഇദ്ദേഹം നമ്മുടെ ചിരിയുടെ വലിയ തമ്പുരാൻ ജോസഫ് മാർത്തോമ, അതുപോലെ നമ്മുടെ ബിലീവേഴ്സ് ചർച്ചിന്റെ മെത്രാപോലിത്ത ഉണ്ടായിരുന്നു. അപ്പം ഇവർക്കൊക്കെ ഉചിതമായിട്ടുള്ള, അപ്പം ഏറ്റവും മറ്റാർക്കില്ലെങ്കിലും നമ്മുടെ മാർക്കസ് ഫോസ്റ്റത്തിനെ അനുസ്മരിക്കാൻ തക്കതായിട്ട് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവും. മാർക്കസ് ഫോസ്റ്റത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. സഭ മാർക്കസ് ഫോസ്റ്റം മെമ്മോറിയൽ ലെക്ചർ നടത്തുന്നുണ്ട്. തിരുമേനിയുടെ പേരിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഒരു മാർക്കസ് ഫോസ്റ്റം ചെയറുണ്ട്. അതുമായിട്ട് അനുബന്ധ പ്രവർത്തനങ്ങളുമായിട്ട് എത്രമാത്രം ആക്ടിവിറ്റി യൂണിവേഴ്സിറ്റി മുമ്പോട്ടെന്ന് അറിയുന്നില്ല. അങ്ങനെ തിരുമേനിയെ അനുസ്മരിക്കാൻ ഒട്ടനവധി സംവിധാനങ്ങൾ മുമ്പോട്ടുണ്ട്. പിന്നെ ബിലീവേഴ്സ് ചർച്ചിന്റെ യോഹന്നാൻ മെത്രാപ്പൊലീത്ത തിരുമേനി സത്യം പറഞ്ഞാൽ ആധുനിക തിരുവല്ലയുടെ മുഖച്ഛായ മാറ്റിയ ഒരാളാണ്. അത് ശരിയാണ്. ആ മെഡിക്കൽ കോളേജ് വന്നതോടെ ഒരു വലിയ ഗ്രാമം, അവരുടെ ആദ്യം ആരംഭിച്ച സ്കൂളാണ്. ആ സ്കൂൾ തന്നെ തുടങ്ങിയപ്പോൾ തന്നെ ഇന്റർനാഷണൽ ഫെസിലിറ്റി ഉണ്ട്. കുട്ടികൾക്ക് സ്വിമ്മിംഗ് പൂള്, അത്യാധുനിക സൗകര്യങ്ങൾ. ആശുപത്രി വന്നപ്പോൾ തിരുവല്ലയുടെ ഒരു വളർച്ച അങ്ങോട്ടൊരു 5 കിലോമീറ്റർ വർദ്ധിച്ചു. അങ്ങ് പായിപ്പാട് വരെ ഇപ്പം തിരുവല്ലയുടെ ഭാഗമാക്കി. അവരുടെ പ്രവർത്തനങ്ങളും സഭയുടെ പ്രവർത്തനങ്ങളും അങ്ങേയറ്റം മാതൃകാപരമായി ആധുനിക തിരുവല്ല വളർച്ചയ്ക്ക് വലിയ നിർണായക പങ്കാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചും ഇപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന സിജോ പന്തപ്പള്ളി അച്ഛനടക്കമുള്ളവർ ചെയ്യുന്നത്. നമ്മുടെ വർഗീസ് മാമൻ MLA കന്നി MLA ആണ്. നിയമസഭാ സമ്മേളനം കഴിഞ്ഞിട്ടാണ് മറുനാടനിലേക്ക് എത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുള്ളത്. തിരുവല്ലയുടെ എല്ലാ മേഖലകളെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുള്ളത്. ഇത്രയും നേരം നമ്മളോടൊപ്പം ചെലവഴിച്ച MLAക്കുള്ള നന്ദി അറിയിക്കും. നമസ്കാരം.